ആഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഒരാഴ്ച 10-15 ദിവസത്തേക്ക് ഇവിടെ ഈ കൊല്ലത്തില്ലായിരുന്നു, മോൻ്റെ വീട്ടിലായിരുന്നു. കുട്ടികൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് അവിടെ പോയി നിന്നിട്ട് ഇന്നലെയാണ് വന്നത്. ഇന്നൊരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അടുപ്പ് കത്തിച്ച് ഇഡ്ഡലി കുട്ടുക അടുപ്പത്ത് വെച്ചു. 1 കിലോ കാശ്മീരി മുളക് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകി ഉണക്കി പൊടിക്കാൻ കൊടുത്തു വിടണം. അപ്പം ഇഡലിയുടെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി മാവ് കോരി ഒഴിക്കാൻ പോകും. ഇവിടെ നല്ല ചൂടും വെയിലും ഒക്കെയാണ്. കൊച്ചിയിൽ ഇതിനേക്കാളും ചൂടാണ്. ഇവിടെ ഇച്ചിരി കുറവുണ്ട്. എല്ലാം കോരി കഴിഞ്ഞ് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചിടണം. എല്ലാം ആകെ പരന്നും പൊടിയടിച്ചും കിടക്കുകയാണ്. ഇനി ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കാൻ ഒരു വലിയ പാട് തന്നെയാണ്. അതെല്ലാം ഇന്ന് ചെയ്ത് വൃത്തിയാക്കണം. കറണ്ടാണെങ്കിൽ വോൾട്ടേജ് കുറവ്. ഉച്ചക്കലത്തേക്കുള്ള ചോറും വെച്ച് മീൻ വല്ലതും കിട്ടിയ കറിയും വെക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ജോലി. രാത്രിത്തേക്ക് രാവിലെ വെക്കണതാ, അല്ലെങ്കിൽ മാവ് വല്ലതും ഉണ്ടെങ്കിൽ ദോശ ഇടുകയോ എല്ലാം ചെയ്യുള്ളൂ. രാവിലത്തെ വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. ഇഡലി വേവുന്ന സമയം കൊണ്ട് ഞാൻ ഓർത്ത് അരി ഇട്ടേക്കാന്ന്. ഞാൻ അരി കുക്കറിലാണ് ഇടുന്നത്. കുക്കറിൽ ഇച്ചിരി നേരം കൊണ്ട് അരിയായിപ്പോവും. അരി ഞങ്ങൾക്ക് 2 പേർക്കും ആയതുകൊണ്ട് ഒരു ചെറിയൊരു നാഴി അരിയാണ് ഇടുന്നത്. അത് കഴുകിയെടുത്ത് അതിനോട്ടിടും. അരി വെള്ളം ചൂടാവുന്ന സമയത്താണ് ഇടുന്നത്. തിളക്കാനൊന്നും നിൽക്കണ്ട, ചൂടാവുന്ന സമയത്ത് ഇട്ടാൽ മതി. അരി 3 വെള്ളത്തിൽ കഴുകി ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ഉപ്പൊന്നും ഇടില്ല, ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പം തീ കുറച്ച് വെച്ച് വേറൊരു വിസിൽ വരുമ്പം അടുപ്പ് അണച്ചേക്കണം. ഒരു അരമണിക്കൂർ എടുത്ത് വെക്കുമ്പോഴത്തേക്കും ചോറ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെയോ നമുക്ക് വടിച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് ചോറാവും. അപ്പം ഞാൻ എടുത്ത് വെച്ച ആ പൊടിക്കാൻ വെച്ച മുളക് ഒരു ബക്കറ്റിലോട്ട് തട്ടി കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം കുറച്ച് എരിവുള്ള മുളക് പൊടിയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടും എരിവ് കാണില്ല. അതൊരു 1/2 കിലോ മേടിച്ചതാണ്. ഒരു 1/4 കിലോയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി 2-3 വെള്ളത്തിൽ കഴുകിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കാൻ പറ്റും. നല്ല പൊരിഞ്ഞ വെയിലാണ്, നല്ല ഉണങ്ങി കിട്ടും. ഇഡലി എന്താന്ന് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഡലി നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം എടുത്ത് പുറത്ത് വെച്ച് അടുപ്പണച്ച് ഇനി ചൂടാറിയതിന് ശേഷം എടുത്ത് കാസറോളിലോട്ട് ഇരിക്കുക. ഇന്നത്തെ കാപ്പിയുടെ പരിപാടി കഴിഞ്ഞു. ചോറിന് തീ കുറവായതുകൊണ്ട് വിസിൽ വരാൻ താമസിക്കുന്നു. അതുകൊണ്ട് ഈ അടുപ്പിലോട്ട് എടുത്ത് വെച്ചു. മുളക് ഞാൻ ടെറസിൻ്റെ മേളിൽ കൊണ്ടുവന്ന് ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇനി ഇത് 3 ഉണക്കൊക്കെ വേണം ഉണങ്ങി കിട്ടാൻ. അതുവരെയും ഇട്ടിരിക്കും. അങ്ങനെ ചോറിനൊരു വിസിൽ വന്നു. തീ കുറച്ച് വെച്ചു. ഇന്നൊരു വിസിൽ വരുമ്പോഴത്തേക്കും ചോറ് റെഡിയാവും. മുളക് ഞാൻ ഉണക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഹസ്ബൻഡും ഉണ്ട് വെയിലത്ത് ഉണക്കാനുണ്ട്.
ഇഡലി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ആട്ടിയ മാവല്ല, കടയിൽ നിന്ന് മേടിച്ച മാവായതുകൊണ്ട് ഇഡലി അത്ര ശരിയായിട്ട് പൊങ്ങിയില്ല. രണ്ട് വിസിൽ വന്നു, അടുപ്പ് അണച്ചു. ഇതാണ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗ്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്. എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം.